കാര്യവട്ടം T20യിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സഞ്ജു സാംസൺ ടീമിൽ. സഞ്ജുവിന്റെ ആദ്യ ഹോം മാച്ചാണിത്. ഇന്ത്യൻ ടീമിൽ 3 മാറ്റങ്ങളുണ്ട്. മഹേഷ് പോലൂർ ചേരുന്നു കാര്യവട്ടത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. മഹേഷ്, കളി തുടങ്ങാൻ കുറച്ച് സമയം അവസാനിക്കുക, എങ്ങനെയാണ്? കാണികളെല്ലാം ആവശ്യത്തിലാണോ? നജ്മ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആദ്യമായി ഇന്ത്യൻ ജേഴ്സിയിൽ തിരുവനന്തപുരത്ത് കളിക്കാൻ ഇറങ്ങുകയാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കാം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു. അതായത് 3 മാറ്റങ്ങളാണ് ടീമിലുള്ളത്. 2 മാറ്റങ്ങൾ അദ്ദേഹം അക്ഷർ പട്ടേലൊപ്പം ഇഷാൻ കിഷന്റെ പേര് പറഞ്ഞു. 3ാമത്തെ ആളുടെ പേര് അദ്ദേഹം മറന്നുപോയി. പക്ഷെ അദ്ദേഹം ഒരു ഡോണ്ട് വറി, അത് സഞ്ജു സാംസൺ അല്ല എന്ന് പറഞ്ഞു. സഞ്ജു കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യവട്ടത്തെ ഈ മത്സരത്തെ ഏറെ ആകർഷകമാക്കുന്നത്, ശ്രദ്ധേയമാക്കുന്നത്. ഇന്ത്യയുടെ കുപ്പായത്തിൽ, നീല കുപ്പായത്തിൽ സഞ്ജു സാംസൺ ഇതാദ്യമായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം 7 മണിയോടെ ഇറങ്ങും. അഭിഷേകും സഞ്ജുവും തന്നെ ഓപ്പൺ ചെയ്യും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ടീം ഇന്ത്യ ഈ മത്സരത്തെ കാണുന്നത്. കാരണം ലോകകപ്പിന് തൊട്ട് മുൻപേയുള്ള മത്സരം എന്നുള്ള നിലയ്ക്ക് ഈ മത്സരം ജയിക്കുക എന്നുള്ളത് വലിയ ഒരു ആവേശത്തോടു കൂടി ടീം ഇന്ത്യ എടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പര 4-1 എന്നുള്ള രീതിയിൽ അത് തൂത്തുവാഴണമെങ്കിൽ, അത് പിടിച്ചടക്കണമെങ്കിൽ ഇന്നത്തെ ജയം അനിവാര്യമാണ്. മാത്രമല്ല, ലോകകപ്പിന് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ജയം ടീം ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യവുമാണ്. എന്തായാലും ടോസ് നേടി ടീം ഇന്ത്യ 3 മാറ്റങ്ങൾ. സഞ്ജു കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ ഹൈലൈറ്റ്. നജ്മ.